ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന 8ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏവരുടെയും കമൻറ്റുകളും അതുപോലെ ലൈക്കും നൽകി ചാനലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനലുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇതിനു മുമ്പ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916 അപ്പോൾ മലബാർ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ളതിലെ മലബാർ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പോൾ 1916 ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിലെ അതിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? നമ്മുടെ ആനി ബസന്റ്. 1916 ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ എവിടെ വെച്ചായിരുന്നു 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത്? പാലക്കാട്ട് വച്ചിട്ടാണ്. പാലക്കാടാണ് ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന സ്ഥലം. അതുപോലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? നമ്മുടെ KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, KP കേശവമേനോൻ, KP രാമൻ മേനോൻ, MP നാരായണ മേനോൻ. അപ്പോൾ 3 മേനോന്മാരും. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, E മൊയ്തു മൗലവി, K മാധവൻ നായർ ഇവരാണ് നമ്മുടെ ഈ 6 പേരാണ് ഈ മലബാർ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1920 മഞ്ചേരിയിൽ വച്ചിട്ടാണ് അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? 1920 ചർച്ച ചെയ്ത വിഷയങ്ങൾ നമ്മുടെ ഖിലാഫത്ത്, അതുപോലെ കുടിയാൻ പ്രശ്നം, പിന്നെ ഏതാണ് ഭരണ പരിഷ്കരണം എന്നിവയെക്കുറിച്ചാണ് എന്ത് ചെയ്തത്? ഈ അവസാനത്തെ മലബാർ കോൺഗ്രസ് സമ്മേളനം, മഞ്ചേരിയിൽ നടക്കുന്ന മലബാർ കോൺഗ്രസ് സമ്മേളനം 1920 എന്ത് ചെയ്തത്? ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ ഭരണപരിഷ്കരണത്തെക്കുറിച്ചും കുടിയാൻ പ്രശ്നത്തെക്കുറിച്ചും ഖിലാഫത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവരെന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. ഗാന്ധിജി കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം എന്നായിരുന്നു? 1920 അപ്പോൾ 1920 ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് ആരാണ്? ഗാന്ധിജിയുടെ ഒപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്തിൻ്റെ നേതാവായിരുന്നു ഷൗക്കത്ത് അലി. അപ്പോൾ 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ കേരളത്തിൻ്റെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ആരെയാണ് നിയമിച്ചത്? കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ
പ്രസിഡൻ്റായിട്ട് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെയും പ്രസിഡൻ്റായിട്ട് ആരെയും നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചു? ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും പ്രസിഡൻ്റായി കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെയും നിയമിച്ചു. അപ്പോൾ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരാണ്? സെക്രട്ടറിയാണ്. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ മലബാറിലെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെയും അതുപോലെ സെക്രട്ടറി ആയിട്ട് ആരെയും നിയമിച്ചു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും നിയമിച്ചു. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ചത് ഏത് സ്ഥലത്താണ്? മലബാറിലാണ്. അപ്പോൾ മലബാറിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് മലബാറിലെന്ന് നമ്മൾ പറഞ്ഞു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? മലബാർ കലാപം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മലബാർ കലാപം നടന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായിട്ടാണ് നമ്മുടെ മലബാർ കലാപം നടക്കുന്നത്. ഇനി മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? മലബാർ കലാപം 1921 നടക്കുന്നത്. പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. അപ്പോൾ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ എന്ത് ചെയ്തത്? ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഏത് വർഷമാണ്? 1930. അതുപോലെ തന്നെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട്ട് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത്. അപ്പോൾ കോഴിക്കോട്ടാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പയ്യന്നൂർ കെ കേളപ്പനുമാണ് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത്. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഏത് പാർട്ടി? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 എന്ത് ചെയ്തു? ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. അപ്പോൾ അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ വർഷം എന്നാണ്? 1939. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്തായിട്ട് മാറി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സമയത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരായിരുന്നു? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1939 നിലവിൽ വരുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നത്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളാണ് EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അപ്പോൾ ആരൊക്കെയാണ്? EMS ഉണ്ടായിരുന്നു, AKG, അതുപോലെ P കൃഷ്ണപിള്ള എന്നിവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്ന 1939 രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ നേതാക്കൾ. കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കർഷക സംഘടന അതായത് കർഷക സംഘങ്ങൾ എന്ത് ചെയ്തു? അവരൊരുപാട് സമരങ്ങളൊക്കെ നടത്തി. അതിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവ. അപ്പോൾ കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിലാണ് കർഷകർ എന്ത് ചെയ്തത്? സമരങ്ങൾ നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളിലൊന്നാണ് ഏത്? നമ്മുടെ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് എന്ത് ചെയ്തു? കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട
സമരങ്ങളിൽ ഒന്നാണ് നമ്മൾ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഈ കീഴരിയൂർ ബോംബ് കേസ് ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച് 27 പേരെ എന്ത് ചെയ്തു? പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് എന്തെന്നറിയപ്പെടുന്നത്? കീഴരിയൂർ ബോംബ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരാണ് എന്ത് ചെയ്തത്? ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കുറ്റം ആരോപിച്ച വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ എന്തിനാണ്? ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടത്തി എന്നത് ആണ് ഇവർക്കെതിരെ ചാർത്തപ്പെട്ട കേസ്. അപ്പോൾ ഇതിൽ 27 പേരെ പ്രതി ചേർത്താണ് പോലീസ് എന്ത് ചെയ്തത്? കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ ഇതാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഗാന്ധിജി പ്രധാനമായിട്ടും കേരളത്തിൽ എത്ര തവണയാണ് വന്നത്? ഗാന്ധിജിയുടെ ഇപ്പോൾ കേരളത്തിലെ സന്ദർശനങ്ങൾ, ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് നമുക്കറിയാം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞു. 1920 ഓഗസ്റ്റ് 18-നാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1925 മാർച്ച് 8-നാണ്. മാർച്ച് 8 1925 20-25 മാർച്ച് 8. ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1927 ഒക്ടോബർ 9-നാണ്. 1927 ഒക്ടോബർ 9-ന്. അതുപോലെ ഹരിജൻ ധനസമാഹരണത്തിനായി ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് 1934 ജനുവരി 10-നാണ്. അപ്പോൾ ജനുവരി 10-നാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി നാലാമതായിട്ട് ഹരിജൻ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് 4ാം തവണ കേരളത്തിൽ വന്നത്. ഇനി ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം 1937-ലാണ്. 37 ജനുവരി 12-നാണ്. അപ്പം ഇതാണ് ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പൂക്കോട്ടൂർ യുദ്ധം 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് ഏത്? പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവമാണ് പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത്. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധത്തിനുള്ള കാരണം എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ എന്ത് ചെയ്തു? മോഷണ കുറ്റം ആരോപിച്ച് ജയിലിലടച്ചു, അറസ്റ്റ് ചെയ്തു. അതിനെതിരെയാണ് പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. അടുത്ത് നമ്മൾ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയാണ് ആര്? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1987 അമരാവതി സമ്മേളനം. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജന്മസ്ഥലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത്. പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ ജില്ല. നമ്മൾ പറഞ്ഞല്ലോ മലയാളിയാണ്, അപ്പോൾ അദ്ദേഹം പാലക്കാടുകാരനാണ്. INC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതായിരുന്നു എന്ന് പറഞ്ഞു? 1897 അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായരെ എന്ത് ചെയ്തത്? നമ്മുടെ INCയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കാനിടയായ സംഭവം എന്താണ്? നമ്മുടെ
ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് പദവി എന്ത് ചെയ്തു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിമർശനം അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് ഈ സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം. അപ്പോൾ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഈ സി ശങ്കരൻ നായരാണ്. മലബാർ കലാപത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്കാണ്. ഹിച്ച്കോക്ക്. അപ്പോൾ മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ പോലീസ് മേധാവിയാണ് ആര്? ഈ ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിച്ച്കോക്ക് എന്ത് ചെയ്തു? മലബാർ കലാപത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ച ജില്ലാ പോലീസ് മേധാവിയാണ്. പക്ഷെ ആളുകൾ എന്ത് ചെയ്തു? ഈ കലാപകാരികൾ ഇദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഹിച്ച്കോക്ക് സ്മാരകം പണിതത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഹിച്ച്കോക്കിനെ എന്ത് ചെയ്തു? ഹിച്ച്കോക്കിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നിർമ്മിച്ചു. പക്ഷേ ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത് കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പാട്ടാണ് നമ്മൾ ഇവിടെ എന്താണ് മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഈ പടപ്പാട്ട് എന്ന പേരിൽ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹിച്ച്കോക്ക് സ്മാരകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാട്ട് എഴുതിയത് ആരാണ്? മലബാർ കലാപത്തിൽ പങ്കെടുത്ത് പാട്ട് എഴുതിയ വ്യക്തിയാണ് നമ്മുടെ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് എന്താണ്? മലയാളി മെമ്മോറിയലാണ്. അപ്പോൾ മലയാളി മെമ്മോറിയലോട് കൂടിയാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാണ് മലയാളി മെമ്മോറിയൽ നടക്കുന്നത്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 10,000-ലധികം പേർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം എന്ത് ചെയ്തു? രാജാവിന് സമർപ്പിക്കുകയുണ്ടായി. ആ ഒരു മെമ്മോറാണ്ടത്തിന് പറയുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ എന്ന്. ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് അല്ലെങ്കിൽ ദിവാൻ ആരാണ്? ദിവാൻ എന്ന് പറയുന്നത് T. രാമറാവു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? T. രാമറാവു ആണ്. T. രാമറാവു. അതുപോലെ തന്നെ ഈഴവ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് മഹാരാജാവിന് സമർപ്പിച്ച മറ്റൊരു മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു 1896 ഏത് സമർപ്പിക്കുന്നത്? ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരാരായിരുന്നു? അതാണ് നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അതുപോലെ തന്നെ നമ്മുടെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ്? അത് ശങ്കര സുബ്ബയ്യയാണ്. ശങ്കര സുബ്ബയ്യ. ഈ ശങ്കര സുബ്ബയ്യയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും
മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജനസംഖ്യ അനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിവർത്തന പ്രക്ഷോഭം നടന്നത് ആരൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്നാണ്? 1932 ഈ നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. ഇനി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന് കാരണമായത് എന്താണ്? തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് എന്താണ്? കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കീഴിലാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം എന്ന 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ പ്രസിഡന്റ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഏത്? നമ്മുടെ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ആരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ? സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? C കേശവനാണ്. അപ്പോൾ ഈ നിവർത്തന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രസംഗം തയ്യാറാക്കിയത് കേശവനാണ്. C കേശവനുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രസംഗമുണ്ട്. അദ്ദേഹമാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവനാണ്. അദ്ദേഹം എന്തെന്നാ പറഞ്ഞത്? പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? നമ്മുടെ C കേശവൻ അഭിപ്രായപ്പെട്ടത്. ഇനി അടുത്ത് നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണ്. കൊച്ചിയിലാണ് നമ്മൾ അടുത്ത കൊച്ചിയെക്കുറിച്ചാണ് പറയുന്നത്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഏത്? നമ്മുടെ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനിടയാക്കിയ സംഭവമാണ് ഏത്? ഈ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. 1936 കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാക്കുന്നതിന് കാരണമായത് എന്താണ്? നമ്മുടെ കൊച്ചി പ്രജാമണ്ഡലമാണ്. അപ്പോൾ കൊച്ചി പ്രജാമണ്ഡലത്തോടെയാണ് എന്ത് ചെയ്തത്? കൊച്ചിയിൽ ഉത്തരവാദ ഭരണങ്ങൾ ശക്തമാക്കുന്നതിനുള്ള സമരം ആരംഭിച്ചത്. കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ ആരംഭത്തോടെയാണ്. 1941 S നീലകണ്ഠ അയ്യർ, BR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നത് 1941 അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ ആരൊക്കെയാ? S നീലകണ്ഠ അയ്യരും BR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്.
ഇനി കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നമ്മൾ പറഞ്ഞു നിലവിൽ വന്നത് 1941 ജനുവരി 26-നാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുട. ഇനി ഇതിൻ്റെ ആദ്യ സെക്രട്ടറി, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറിയാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അതുപോലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? S നീലകണ്ഠ അയ്യർ പ്രസിഡന്റ് ആയിരുന്നു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചിയിലെ ദിവാനാണ് AFW ഡിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉത്തരവിറക്കിയ ദിവാനാണ് ആര്? FW ഡിക്സൺ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ മുതലായവരാണ്. ഇനി നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും, അതായത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാണ് നോക്കുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. കേരളത്തിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സമരങ്ങളാണ് ഏതൊക്കെ സമരങ്ങളാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിങ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം, ഇവയൊക്കെ കേരളത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് വളരെയേറെ ശ്രദ്ധേയമായ സ്ത്രീ സമരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സമരങ്ങളെല്ലാം. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്ന വർഷം എന്നാണ്? 1931-ലാണ്. അപ്പോൾ 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൽ മഹിളാ സമ്മേളനം ചേരുകയുണ്ടായി. 1931 വടകര വെച്ചിട്ട് എന്ത് ചെയ്തു? വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടന്നു. അത് 1931-ലാണ്. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം ആണ് കോൺഗ്രസിൻ്റെ വടകര സമ്മേളനം എന്ന് പറയുന്നത്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മലബാറിൽ AV കുട്ടിമാളു അമ്മയാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ അത് തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? തിരുവിതാംകൂറിലേക്ക് വന്നാൽ അക്കാമച്ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരാണ് ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത്. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി തൻ്റെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് ഊരി നൽകിയത് ആരാണ്? നമ്മുടെ കൗമുദി ടീച്ചറാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് കൗമുദി ടീച്ചർ എന്ന് പറയുന്നത്. 1934 ഹരിജന ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? കേരളത്തിൽ വന്നു. ഗാന്ധിജിയുടെ 4ാമത്തെ കേരള സന്ദർശനം. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്തത്? ഗാന്ധിജി വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീകളോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് പ്രസംഗം നിർത്തിയ ഉടൻ എന്ത് ചെയ്തു? 16-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വളകൾ അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലസ് ഊരി തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദ ആരവങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗമുദി ടീച്ചറിൻ്റെ കൗമുദി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് കൗമുദി ടീച്ചർ. ഇനി നമ്മൾ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അതാണ് അക്കാമച്ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നാണ് അക്കാമച്ചെറിയാൻ അറിയപ്പെടുന്നത്. അക്കാമച്ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നറിയോ? അത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് എന്ത് ചെയ്തത്? അക്കാമച്ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ
ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അക്കാമച്ചെറിയാനാണ്. അപ്പോൾ ഈ അക്കാമച്ചെറിയാൻ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു, അതുപോലെ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. ഒക്കെ ആരാണ്? അക്കാമച്ചെറിയാനാണ്. അടുത്ത് നമ്മൾ ഐക്യ കേരളത്തിലേക്ക് എന്ന ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഐക്യ കേരളത്തിലേക്ക് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂരിൽ ചേർന്ന നാഗ്പൂർ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം. നാഗ്പൂർ സമ്മേളനം നടന്നതെന്നാണ് 1920. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1921 ഏപ്രിൽ 23. അപ്പോൾ 1921 ഏപ്രിൽ 23 മുതൽ എന്ന് വരെയായി 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. അപ്പോൾ ബാരിസ്റ്റർ ടി പ്രകാശമാണ് ഈ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ബാരിസ്റ്റർ ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്ന കോൺഗ്രസ് കമ്മിറ്റിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങൾ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നിലവിൽ വന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് 1947. അപ്പോൾ തൃശ്ശൂരിലാണ് ആദ്യത്തെ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. 1947. എന്താണ് ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്? 1947 ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ചത് 1946. അപ്പോൾ 1946 എന്ത് ചെയ്തു? ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ വേണ്ടി KPCC ഉപസമിതി രൂപീകരിച്ചു. ഈ ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് KP കേശവമേനോനാണ്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ്. അപ്പോൾ 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. എന്നാൽ ആദ്യത്തെ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് എന്നാണ്? 1947. അത് തൃശ്ശൂരിൽ വച്ചിട്ടാണ് ആദ്യത്തെ ഐക്യ കേരള കൺവെൻഷൻ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. 1947 ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? നമ്മുടെ കേളപ്പനായിരുന്നു. അപ്പോൾ ഈ ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരാണ്? കേളപ്പനാണ്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് ആലുവയിലാണ്. അപ്പോൾ 1947 ശേഷം, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിന് ശേഷം ആലുവയിൽ വെച്ചാണ് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ഐക്യ കേരള പ്രമേയത്തെ തുടർന്ന് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. ഏതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്? EMS നമ്പൂതിരിപ്പാട് എഴുതിയതാണ് 1.25 കോടി മലയാളികൾ. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് എന്ത് ചെയ്തു? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി.
ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ച കമ്മീഷനാണ് ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് രൂപീകരിച്ചത്. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായതെന്ന അങ്ങനെയാണ് നമ്മുടെ മലബാറും അതുപോലെ കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 ഏത് സംസ്ഥാനം രൂപീകൃതമായത്? നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തിരുവിതാംകൂർ, അപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, മലബാർ ഇത് മൂന്നും കൂടി ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? കേരളം എന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതായിട്ട് മാറി? തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. അതിന് കേരളത്തിൻ്റെ ഹൈക്കോടതി ഏതാ? എറണാകുളമാണ്. സംസ്ഥാന മൃഗം ആനയാണ്. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന ഫലം എന്താണ്? ചക്ക. ജില്ലകൾ എത്രയുണ്ട്? 14. അപ്പോൾ ഇതാണ് ഒരു അഡീഷണൽ ഇൻഫോ എന്ന് പറയുന്നത്. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതുപോലെ തെക്കൻ കർണാടക, പിന്നെ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ എന്ത് ചെയ്തു? കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് കാസർഗോഡും ഹോസ്ദുർഗുമാണ്. കേരളത്തിന് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് താലൂക്കുകളാണ് വിട്ടുകൊടുത്തത്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യറാണ്. അപ്പോൾ NV കൃഷ്ണവാര്യർ എഴുതിയ ഐക്യ കേരള പ്രതിജ്ഞയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം എന്ന് തുടങ്ങുന്നതാണ് ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇത് എഴുതിയത് ആരാ? NV കൃഷ്ണവാര്യറാണ്. അപ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന ഈ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് യൂറോപ്യരുടെ വരവ്, ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, സാമ്പത്തിക മുന്നേറ്റം തുടങ്ങി നിരവധി കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ചാപ്റ്ററിലൂടെ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. കോളം എയിൽ തന്നിട്ടുള്ളവയ്ക്ക് യോജിക്കുന്നവ കോളം ബിയിൽ നിന്ന് കണ്ടെത്തി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാരുമായി ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങളാണ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടത്. ഇനി ഡച്ച് ആണെങ്കിൽ എന്താണ്? ഡച്ചുകാർ കുളച്ചൽ, 1741 കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത്. ഫ്രഞ്ച് ആണെങ്കിലോ കർണാട്ടിക് യുദ്ധങ്ങളാണ് ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ടത്. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ള ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERT ഹിസ്റ്ററിയിൽ നിന്നുള്ള കേരളത്തിലെ ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.